സീനിയർ രാഹുൽ വോട്ട് ചോരി യാത്രയിൽ മാൻചോരി യാത്രയുമായി ജൂനിയർ രാഹുൽ. നാഥനില കളരിയായി യൂത്ത് കോൺഗ്രസ്. പുതിയ അധ്യക്ഷനെ കണ്ടെത്താനാകാതെ ദേശീയ നേതൃത്വം. സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതോടെ നാഥനില കളരിയായി മാറിയിരിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ്. ഇത്രയും ദിവസമായിട്ടും ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റും KC വേണുഗോപാൽ പക്ഷക്കാരനുമായ OJ ജനീഷിനെ നിയമിക്കണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ MP രഹസ്യ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതീവ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷ പദവിയിൽ നിന്ന് നേതൃത്വം പുറത്താക്കിയത്. രാഹുൽ തെറിച്ചതോടെ ആ സ്ഥാനത്തിനു വേണ്ടിയുള്ള പിടിവലി രൂക്ഷമായിരിക്കുകയാണ്. സ്ഥാനമോഹികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പോർവിളി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ പോര് യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനുള്ളിലാണ് തുടങ്ങിയത്. രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ അബിൻ വർക്കിയാണെന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് രാഹുൽ പക്ഷക്കാർ തുടങ്ങി വെച്ചത്. എന്നാൽ അങ്ങനെയല്ലെന്ന് മറുവിഭാഗം വാദിക്കുന്നു. പോരിക്കടുത്തതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാക്കിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. അവിടെ അവസാനിച്ചു ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. യൂത്ത് കോൺഗ്രസിന് അമരക്കാരനില്ലാതായിട്ട് ഒരാഴ്ചയായിട്ടും പകരം ചുമതല പോലും ആർക്കും നൽകിയിട്ടില്ല. ബീഹാറിലെ വോട്ട് ചോരി യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്താനിരുന്ന ലോങ് മാർച്ച് അടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് കാരണം പകരക്കാരനെ പോലും കണ്ടെത്താനാകാതെ വിഷമസന്ധിയിലായിരിക്കുകയാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. നിലവിലെ ഉപാധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുകയും ചെയ്ത അബിൻ വർക്കിക്കാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ പിന്തുണ. യൂത്ത് കോൺഗ്രസിന്റെ ചട്ടമനുസരിച്ച് സംഘടനയ്ക്കുള്ളിൽ മത്സരത്തിൽ രണ്ടാമതെത്തിയ ആളെ അധ്യക്ഷനായി നിയമിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ മത സാമുദായിക പരിഗണനകളൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് തന്നെ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നുമാണ് ചെന്നിത്തല പക്ഷത്തിന്റെ വാദം. സ്വാഭാവിക നീതി നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് ചെന്നിത്തല വിഭാഗം. സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും KM അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന നിലപാടിലാണ് A വിഭാഗം. ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഭിജിത്തിനെ പരിഗണിക്കാതിരുന്നതിന് പകരമായി ഈ സ്ഥാനമെങ്കിലും അഭിജിത്തിന് നൽകണം. ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥും MK രാഘവനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ നേരിൽ കണ്ട് ബോധിപ്പിക്കുകയും ചെയ്തു. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനും KC വേണുഗോപാൽ പക്ഷക്കാരനുമായ OJ അനീഷിനു വേണ്ടി ഷാഫി പറമ്പിൽ രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ബിനു ചുള്ളിലിന് പ്രായപരിധി തിരിച്ചടിയാകുമെങ്കിൽ ആ സ്ഥാനത്തേക്ക് സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള OJ ജനീഷിനെ പരിഗണിക്കണമെന്നുമുള്ള നിലപാടിലാണ് ഷാഫി സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു ജനീഷ്. I ഗ്രൂപ്പുകാരനായിരുന്ന ജനീഷ് പിന്നീട് KC പക്ഷത്തേക്ക് ചുവടുമാറുകയായിരുന്നു. അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ ജനീഷ് തനിക്കൊപ്പം നിൽക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഷാഫി. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതെങ്കിലും KPCC നേതൃത്വത്തിന്റെ നിലപാടും നിർണായകമാണ്. ഒറ്റയടിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ രാഹുൽ പക്ഷക്കാരെല്ലാം രാജിവെക്കുമെന്ന ഭീഷണിയാണ് അവർ ഉയർത്തുന്നത്. സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള ആരെങ്കിലും കൊണ്ടുവന്നാൽ മറ്റു ഗ്രൂപ്പുകാർ അംഗീകരിക്കില്ലെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം മാറി തീരുമാനിച്ചാലും മറുവിഭാഗം വിയോജിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുതിർന്ന നേതാക്കൾ തന്നെ അധ്യക്ഷ പദവി തങ്ങളുടെ വിഭാഗത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ നേതൃത്വവും പരിഹാരം കാണാനാകാതെ വിഷമവൃത്തത്തിലായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അമ്മ ഇടികൊള്ളും, പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടി ഇറച്ചി തിന്നുമെന്ന അവസ്ഥ.